കഥയുടെ തുടക്കത്തിൽ അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെയാണ് കാണിക്കുന്നത്. അവൾ കാർ ഓടിച്ച് അവളുടെ കല്യാണത്തിന് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർ ഓടിച്ച് പോകുന്ന വഴിക്ക് അവൾ കാർ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് അവളുടെ അനിയത്തിനെ വിളിച്ച് അവൾ അവിടെ എത്തി എപ്പോൾ കല്യാണത്തിനെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. വീണ്ടും അവൾ കാർ എടുത്ത് പോകുന്ന നേരത്ത് അവളുടെ കാറിന് എന്തോ പറ്റിയാണ്. കാർ ഓടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ സൈഡിൽ ഒതുക്കുകയാണ്. എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് അവൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആ ബോണറ്റ് തുറന്നു നോക്കും. എന്നാൽ തുറന്നു നോക്കുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുമില്ല. ഇത്ര നേരം എന്തായാലും വണ്ടി ചെക്ക് ചെയ്തില്ലേ. ആ ക്ഷീണത്തിൽ അവൾ എന്തോ ഒരു കോക്ക് വാങ്ങിച്ച് സീറ്റിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോക്ക് എടുക്കാനായിട്ട് ചെല്ലും. അതെടുക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് അവൾക്ക് കുറച്ച് ന്യൂഡായിട്ടുള്ള മാഗസീൻസ് കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നല്ല, ഈ കാർ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ മാഗസീൻസ് ആണ്. എന്തായാലും അവനെ ചീത്ത വാങ്ങിയിട്ട് ആ കോക്ക് എടുത്ത് തുറക്കുമ്പോൾ അത് ദേഹത്ത് മൊത്തം ആവുകയാണ്. ഇത്രയും നേരം വണ്ടി കുലുങ്ങി വന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രഷറിൽ അത് തുറന്നപ്പോൾ അവളുടെ ദേഹത്ത് മൊത്തം ആയതാണ്. അവൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവളുടെ ഡ്രസ്സ് ഊരിയിട്ട് അത് മാറ്റാനായിട്ട് വണ്ടിയുടെ പിന്നിലോട്ട് പോകും. വണ്ടിയുടെ ബാക്കിൽ തന്നെ അവൾ ബാഗിൽ ഡ്രസ്സ് നിറച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഡ്രസ്സ് മാറാനായിട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഒരുത്തൻ വന്ന് നിൽക്കുന്നു. അവനെ കണ്ട് അവൾ പേടിച്ചിട്ട് മാറിപ്പോവാണ്. എന്തായാലും അവൾ ഇതിന്റെ ഇടയിൽ തന്നെ ഡ്രസ്സ് ഇടുന്നുണ്ട്. അവൻ കാര്യം എന്താന്ന് തിരക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയെന്ന്. അതുകൊണ്ട് തന്നെ അവൻ സഹായിക്കാന്ന് പറയും. അവൻ ആ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിന്റെ ബാറ്ററിക്ക് കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാക്കി അതെങ്ങനെയൊക്കെ സ്റ്റാർട്ടാക്കും. അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവനോടൊരു നന്ദിയും പറഞ്ഞിട്ട് കാർ എടുത്ത് പോകാനായിട്ട് തുടങ്ങും. പക്ഷേ അവൻ ആ നട റോഡിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് അവൾക്ക് എന്തോ കുറ്റബോധം പോലെയാണ്. അതുകൊണ്ട് തന്നെ അവൾ വണ്ടി നിർത്തിയിട്ട് അവനെ അങ്ങോട്ട് വിളിക്കും. അവനും വന്ന് കാറിൽ കയറിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് കാറിൽ പോകുന്നത്. എന്തായാലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവളെ സഹായിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ലിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അവൾ അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ വണ്ടിയിൽ പോകുന്ന നേരത്ത് അവൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല മാനിയായിട്ട് ഒരു പാവം പയ്യനെ പോലെയാണ് സംസാരിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ ഇവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വരികയാണ്. ഇവൻ വളരെയധികം മോശമായിട്ട് അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇവൾക്കത് ഇഷ്ടപ്പെടത്തില്ല. ഇനി എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കാർ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. എന്നിട്ട് അവനോട് വളരെയധികം മാനിയായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയും. പക്ഷെ അവൻ കേൾക്കില്ല. അവന്റെ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് അവളെ കാണിക്കുകയാണ്. മര്യാദയ്ക്ക് വണ്ടി എടുത്തോളാൻ പറയും. പക്ഷെ അവൾ ഇറങ്ങി ഓടാനായിട്ട് നോക്കുമെങ്കിലും അവൻ വിടില്ല. അവളെ കയറി പിടിക്കുകയാണ്. ഒറ്റ മനുഷ്യൻ ഈ ഏരിയയിലില്ല. അവൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവസാനം അവൾ ആ കത്തി കണ്ട് പേടിച്ചിട്ട് കാർ എടുത്തിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും അവൻ എവളുമായിട്ട് കിടക്കണം. അതാണ് അവന്റെ ഡിമാൻഡ്. എന്നാലേ ഇവള് വെറുതെ വിടത്തുള്ളൂ. അപ്പൊ അങ്ങനെ കിടക്കണമെങ്കിൽ തന്നെ ഒരു ഹോട്ടൽ വല്ലതും വേണ്ടേ. ഇവൻ ആരും ഇല്ലാത്തൊരു ഹോട്ടൽ അറിയാം. അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ട് അവളോട് പറയും. അവള് വണ്ടി ഓടിച്ച് അങ്ങനെ പോവാണ്. ഈ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്ത് കുറച്ച് ചരിവുകളുണ്ട്. അതായത് ഇറക്കം പോലെ. റോഡ് നല്ല ഇറക്കമാണ്. അതുമല്ല തൊട്ട് താഴെ കൊക്കയും കൂടാണ്. ഇവളൊന്നും നോക്കത്തില്ല. വണ്ടിയുടെ ആക്സിലേറ്റർ അങ്ങ് ചവിട്ടി കൂട്ടുകയാണ്. വണ്ടിയുടെ വേഗത കൂടും. ഇത് കണ്ട് പേടിച്ചിട്ട് ഈ കൂടെ ഇരിക്കുന്നവനാണെങ്കിൽ സ്റ്റിയറിംഗിൽ കയറി പിടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവള് വിടത്തില്ല. വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിച്ച് മറിയാണ്. താഴെ ചെന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. ഒരു ആക്സിഡന്റ് തന്നെ സംഭവിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അന്നയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അവള് കണ്ണും തുറന്നു നോക്കുമ്പോൾ ആ ഒരു നാറിനെ കാണാനില്ല. അവനും നമുക്ക് സൈക്കോ എന്ന് വിളിക്കാം. അവള് സൈഡ് മിറർ വഴി നോക്കുമ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണിട്ടുണ്ട്. ഇവള് വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഇവളുടെ കാല് സീറ്റിന്റെ ഇടയിൽ കുരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വണ്ടി തലകുത്തനെയാണ് മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് ബാക്കിലോട്ട് മറിഞ്ഞു വീണിട്ടുമുണ്ട്. വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവളുടെ ദേഹത്ത് നിന്നെല്ലാം രക്തം പോകുന്നുണ്ട്. കയ്യിൽ നിന്ന്, മൂക്കിൽ നിന്ന്, കാലിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. കാരണം കാല് സീറ്റിന്റെയും അതുപോലെ തന്നെ ഡോറിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് അവൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്തായാലും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ആരെങ്കിലും സഹായിക്കണം. എന്തായാലും അവൾ ആരെങ്കിലും വിളിക്കാനായിട്ട് ഫോൺ തപ്പുന്നുണ്ട്. പക്ഷെ ഫോൺ അവിടെ ഇല്ല. ഫോൺ ഈ ആക്സിഡന്റിൽ എങ്ങോട്ടോ തെറിച്ചു പോയിട്ടുണ്ട്. അവള് വീട് സൈഡ് മിറർ വഴി അവനെ നോക്കും. അവനെ നോക്കുമ്പോൾ പതിയെ എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവന്റെ കാലും കൈ അനങ്ങുന്നുണ്ട്. അതിനർത്ഥം അവൻ എത്രയും പെട്ടെന്ന് തന്നെ ബോധം വരുമെന്നാണ്. അവൾ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെയായിട്ട് അവൻ എവളെ കാണിച്ച് വിരട്ടി ആ കത്തി കിടപ്പുണ്ട്. ഇവളത് എത്തി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ ബോധം വന്നിട്ട് അവളെ ആക്രമിക്കാൻ വന്നാലോ. ആ സമയം അവൾക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്നതാണ്. എന്തായാലും ആ കത്തി എടുത്തു വെച്ചതും അവന് ബോധം വന്നിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തോട്ട് വരികയാണ്. ഇവളുടെ അടുത്ത് വന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. അവന്റെ മുഖത്തെല്ലാം മുറിവ് പറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ അവൻ എവളെ ഉപദ്രവിക്കുന്നു. എന്നാൽ ഇല്ല, അവൻ നീ ഇവിടെ കിടന്ന് ചത്തോടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇവൾക്ക് മനസ്സിലായി ഈ ഏരിയയിലൊന്നും ആരുമില്ല, ആരും ഇവിടെ തിരക്കി വരത്തില്ല എന്ന്. അവള് നിലവിളിച്ച് പറയും എന്നെ ഇട്ടിട്ട് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിച്ചിട്ട് പോവാൻ. എന്നാൽ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. എന്തായാലും ഇവളുടെ മുറിവിലൊക്കെ അവളുടെ ഇരുന്ന് എന്തോ ഒരു തുണി കീറിയിട്ട് കെട്ടിവെക്കുന്നുണ്ട്. ഒരുപാട് രക്തം പോയാൽ ഇവൾ എന്തായാലും അവശതയിലായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സമയം ഒരുപാട് കടന്നു പോവാണ്. രാത്രിയാവുന്ന നേരത്ത് അവളുടെ കുറച്ച് ടോർച്ചൊക്കെ കത്തിച്ചു വെച്ച് അവൾ അങ്ങനെ കിടക്കാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. അവളുടെ ഒരു ഹുഡി ഉണ്ടായിരുന്നു. ആ ഹുഡി അവൾ എടുത്തിടും. തണുപ്പ് സഹിക്കാനായിട്ട് ഒട്ടും കഴിയുന്നില്ല. അതുമല്ല പുറത്തൂടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവള് പേടിച്ചിട്ട് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം വണ്ടിയുടെ ലൈറ്റ് ഇട്ടിട്ടാണ് അവൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങുന്നത്. എന്തായാലും പിറ്റേ ദിവസം ആവുകയാണ്. ഈ വണ്ടിയിൽ കിടന്ന് തന്നെ അവൾക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്ന വിധം അവൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവൾക്ക് വണ്ടിയിൽ നിന്ന് ആ നാറിയുടെ പേഴ്സ് കിട്ടുന്നത്. ആ ഒരു സൈക്കോയുടെ പേഴ്സ്. അതിനകത്ത് തന്നെ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ ഇത് പോലീസിന് കാണിക്കാമല്ലോ. എന്നാൽ അത് അവൾ എടുത്തു വെക്കുന്നതിന് പകരം
പകരം ദേഷ്യപ്പെട്ട ആ പേഴ്സ് എടുത്ത് എറിയാണ്. എന്തായാലും വീണ്ടും സമയം കടന്നു പോകുമ്പോൾ രാത്രി ആവുന്നുണ്ട്. രാത്രി വീണ്ടും അവള് കിടന്നുറങ്ങും. എവിടെ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അത് കുടിച്ചിട്ടാണ് അവള് സർവൈവ് ചെയ്യുന്നത്. എന്തായാലും വീണ്ടും പകലാവും. ഇപ്പൊ 2 ദിവസം ആയില്ലേ. എന്നാൽ പകലാവുന്ന നേരത്തെ അവളെ കാണാനായിട്ട് ആ സൈക്കോ വന്നിട്ടുണ്ട്. ആ സൈക്കോ അവൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ഹിസ്റ്ററി മൊത്തം പറയണമെന്ന് പറയും. അതായത് ഇവൾ ആരുടെ കൂടെയൊക്കെ കിടന്നിട്ടുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആദ്യമൊന്നും അവള് പറയാനായിട്ട് കൂട്ടാക്കത്തില്ല. പക്ഷെ അവൻ ഫുഡ് കാണിച്ച് അവളെ കൊതിയാക്കുകയാണ്. 2 ദിവസമായി ഫുഡ് കിട്ടിയിട്ട്. അപ്പൊ എന്തായാലും വിശപ്പ് കാണുമല്ലോ. അവസാനം അവള് പറയാനായിട്ട് തുടങ്ങും. അവളുടെ എക്സ്പീരിയൻസ് എല്ലാം പറയാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കേട്ട് അങ്ങനെ ഒരു സുഖം കൊണ്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഈ നാറി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൾക്ക് ആ ഫുഡ് കൊടുക്കത്തില്ല. നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, നീ എന്നെ സന്തോഷപ്പെടുത്താനായിട്ട് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അവള് നിലവിളിച്ച് പറയും, എടാ എന്നെ വിട്ടിട്ട് പോയല്ലേ എന്നെ രക്ഷിക്കാൻ. പക്ഷെ ആ നാറി കേൾക്കില്ല. വീണ്ടും സമയം കടന്നു പോവാണ്. അന്നത്തെ രാത്രിയാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവള് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നദിയുണ്ട്. കാറിന്റെ തൊട്ടടുത്ത് തന്നെ. എന്തായാലും ആ നദിയെ നമ്മളെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും. എന്തായാലും അന്നത്തെ രാത്രി അവൾ ആകെ അവശതപ്പെട്ട വണ്ടിയിൽ കിടക്കുകയാണ്. അവൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത്. അങ്ങനെ സർവൈവ് ചെയ്യുന്ന നേരത്ത് അവൾ വണ്ടിയിൽ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവൾക്ക് വണ്ടിയിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റും അതുപോലെ തന്നെ ലൈറ്ററും കിട്ടുന്നുണ്ട്. എന്നാൽ അവൾ സിഗരറ്റ് ഒന്നും വലിക്കുന്നില്ല. ലൈറ്റർ കിട്ടിയത് ഒരു ആശ്വാസമാണ്. ഈ ലൈറ്റർ കിട്ടാൻ കാരണം ഇത് ബോയ് ഫ്രണ്ടിന്റെ കാറാണ്. ബോയ് ഫ്രണ്ടിനെയാണ് കേട്ടോ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു ലൈറ്റർ എടുത്തിട്ട് ആ വണ്ടിയിൽ നിന്ന് വേറെ കുറച്ച് മാഗസീനും എടുത്ത് അത് കത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു തണുപ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കണ്ടേ. അതുപോലെ തന്നെ ഹുഡി എടുത്തിട്ടുണ്ട്. എന്തായാലും അന്നത്തെ ദിവസം അവൾക്ക് സമാധാനമാവുന്നുണ്ട്. ആ തണുപ്പത്തെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഒരു വഴി കണ്ടുപിടിച്ചല്ലോ. അന്ന് രാത്രി അവൾ ആ കാലൊക്കെ കുടുങ്ങി കിടന്നിട്ട് അവിടെ അങ്ങ് കിടന്നുറങ്ങി പോവാണ്. ഉറങ്ങി ഒരു പാതിരാത്രി ആകുമ്പോഴായിരിക്കും എന്തൊരു ശബ്ദം കേട്ട് അവള് കണ്ണു തുറക്കുന്നത്. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ കുറെ അധികം എലികള് ഇവളുടെ ദേഹത്ത് എങ്ങനെ കയറിയിരിക്കുകയാണ്. ഇവള് വിടത്തില്ല. അവിടെ നിന്നൊരു ചാവി എടുത്ത് പേടിച്ച് അതിലൊരു എലീനെ പലതവണയായിട്ട് കുത്തി കുത്തി കൊന്നു കളയാണ്. അവൾ ഒരുപാട് പേടിച്ചു പോയി ദേഹത്തൊക്കെ എലി കയറിയപ്പോ. അത് കരണ്ടാനായിട്ട് വന്നെയാണ് ഇവളുടെ മാംസം കരണ്ടാനായിട്ട്. അവളുടെ ദേഹത്ത് മുറിവുള്ളത് കൊണ്ട് തന്നെ ആ എലികൾ കരണ്ടും. പക്ഷേ ഇപ്പൊ അവൾ ആ എലീനെ കൊന്നു കളഞ്ഞല്ലോ. എന്നാൽ ഇവൾക്ക് വിശപ്പ് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നേരത്തെ എടുത്തു വെച്ച ആ ഒരു കത്തിയില്ലേ, ആ കത്തി വെച്ചിട്ട് ആ എലിയുടെ വയറ് കീറാനായിട്ട് തുടങ്ങും. അതിന്റെ ദേഹത്ത് നിന്ന് കുറച്ച് മാംസം എടുക്കുകയാണ്. ആ മാംസം എടുത്തിട്ട് അവിടെ നിന്ന് ഒരു കമ്പെടുത്ത് അതിനെ മൂർച്ച കൂട്ടും. ആ ഒരു കത്തി വെച്ച് മൂർച്ച കൂട്ടും. എന്നിട്ട് അതിനകത്ത് ഈ മാംസം വെക്കുകയാണ്. കുത്തി കുത്തി വെക്കുകയാണ്. കുത്തി വെച്ചിട്ട് അത് കുറച്ച് പീസ് മാംസം ഉണ്ട്. ആ മാംസം എടുത്ത് തീയിലോട്ട് കാണിക്കും. അങ്ങനെ അത് വെന്ത് കിട്ടുമ്പോൾ അവൾ അത് പതിയെ പതിയെ തിന്നാനായിട്ട് തുടങ്ങുകയാണ്. അവളെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ വിശപ്പ് കാരണം എങ്ങനെയൊക്കെ തിന്നും. ഓക്കാനൊക്കെ വരുന്നുണ്ട്. ജീവനോട് ഇരിക്കണ്ടേ. അതുകൊണ്ട് തന്നെ അങ്ങ് തിന്നാണ്. പിന്നെ കുറച്ച് വെള്ളമുണ്ട് ആ ബോട്ടിൽ. അതുകൂടെ എടുത്ത് കുടിക്കും. അവളുടെ വിശപ്പ് കുറച്ചൊക്കെ അടക്കാണ്. പിന്നെ ആ എലി അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. അതിനെ എടുത്തിട്ട് അവള് എങ്ങനെയൊക്കെ പുറത്തോട്ട് കളയുന്നുണ്ട്. എന്തായാലും വിശപ്പ് കടന്നല്ലോ. അന്നത്തെ രാത്രി അവൾ ആ വണ്ടിയിൽ തന്നെ പുറത്തു പോകാൻ പറ്റാതെ കാല് കുടുങ്ങി കിടന്ന് ഉറങ്ങി പോവാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് അവളൊരു ശബ്ദം കേട്ടിട്ടാണ് ഞെട്ടി എണീക്കുന്നത്. അവളുടെ ഫോൺ റിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അലാറം അല്ല, ആരോ വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈബ്രേഷനും ഉണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എത്തിയെടുക്കാനായിട്ട് നോക്കും. പക്ഷെ അത് ദൂരെയായിട്ട് കിടക്കുകയാണ്. ഇത്രയും നാൾ അവൾ ഫോൺ എവിടെ പോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവൾ കണ്ടത്. അത് എത്തിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നൊരു കമ്പെടുത്തിട്ടാണ് അത് എത്തിയെടുക്കുന്നത്. എത്തിയെടുക്കുമ്പോൾ അത് അവളുടെ അനിയത്തിയാണ്. എന്താ വരാത്തതെന്ന് അറിയാനായിട്ടാണ് വിളിച്ചു നോക്കുന്നത്. ഇവൾ ഇത്രയും ദിവസമായിട്ട് അങ്ങ് എത്തിയില്ലല്ലോ, എന്താ സംഭവം എന്ന് അറിയാനായിട്ടാണ് അനിയത്തി വിളിക്കുന്നത്. എന്നാൽ അപ്പോഴായിരിക്കും അങ്ങോട്ട് ആ ഒരു സൈക്കോ വരുന്നത്. അന്നയ്ക്ക് ആ ഫോൺ എടുക്കാനായിട്ട് സാധിച്ചില്ല. അന്നെ തൽക്കാലത്തേക്ക് ആ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. ഈ കില്ലർ അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അന്നേരമായിരിക്കും ഈ ഒരു അന്നയുടെ ഫോണിൽ കോള് വരുന്നത്. അത് കില്ലറിന് മനസ്സിലായി. ഫോണിൽ കോള് വരുന്നുണ്ട്, അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ കില്ലർ അവളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അവള് കത്തിക്ക് അവനെ കുത്താനായിട്ട് നോക്കുമെങ്കിലും അവനെ അവളെ പിടിച്ചു മാറ്റിയിട്ട് അവളുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് തട്ടിപ്പറിക്കുകയാണ്. ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവൻ തറയിലിട്ട് അതിനെ ചവിട്ടി പൊട്ടിച്ച് ചിഹ്നം പിന്നാക്കി കളയാണ്. അന്നയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനെ പ്രാഗാണ്. പക്ഷേ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അവൾക്ക് പോലീസിനെയും വിളിക്കാൻ പറ്റിയില്ല, ആരെയും വിവരം അറിയിക്കാനും പറ്റിയില്ല. ആ ചാൻസ് മിസ്സായിപ്പോയി. ഇതിനുശേഷം ആ കില്ലർ ആണെങ്കിൽ അല്ലെങ്കിൽ ആ സൈക്കോ ആണെങ്കിൽ ഒരു ആക്സോ ബ്ലേഡ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടു പൊയ്ക്കോ, പക്ഷേ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നിന്റെ കാൽ അറുത്ത് മുറിച്ചതിന് ശേഷം നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റൂ, അല്ലാതെ നിന്റെ കാലെടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും നിന്നെ രക്ഷിക്കാനായിട്ട് വരണമെന്ന് പറയുമ്പോൾ അവൾക്കാകെ കരച്ചിൽ വരികയാണ്. അവളുടെ കാല് മുറിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊയ്ക്കോളാനാണ് ആ ഒരു സൈക്കോ പറയുന്നത്. എന്നാൽ അവളെ കൊണ്ട് അത് കഴിയോ? ഇല്ല. ഇതും പറഞ്ഞിട്ട് കില്ലർ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ആ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ആ സീറ്റും ഡോറും കൂടെ മുറിക്കാനായിട്ട് നോക്കും. സീറ്റിന്റെ ഇടയിലുള്ള ആ ഒരു ഭാഗം മുറിക്കാനായിട്ട് നോക്കും. കാലല്ല, സീറ്റിന്റെ ഇടയിലുള്ള ഭാഗമാണ്. എന്നാൽ അവളെ കൊണ്ട് അത് കഴിയുന്നില്ല. ആ ആക്സോ ബ്ലേഡ് ഊരി പോവാണ്. അവൾക്ക് ആകെ വിഷമാവുന്നുണ്ട്. ഫോൺ കിട്ടിയിട്ട് വിളിക്കാനും പറ്റിയില്ല. ഇപ്പൊ ഈ ആക്സോ ബ്ലേഡ് കിട്ടിയിട്ട് അവിടെ നിന്ന് കാലെടുക്കാനായിട്ടും പറ്റുന്നില്ല. വീണ്ടും സമയം കടന്നു പോകുമ്പോൾ രാത്രിയാവുകയാണ്. രാത്രി അവൾക്ക് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. പക്ഷെ വിശപ്പിന് അവളുടെ ഫുഡൊന്നും ഇല്ല. അതുപോലെ ദാഹത്തിന് വെള്ളമില്ല. ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൾ ആ
ഒരു കുപ്പി എടുത്തിട്ട് വെള്ളം തീർന്ന ആ ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് മൂത്രം ഒഴിക്കും. എന്നിട്ട് ആ മൂത്രം തന്നെ അവൾ കുടിക്കാനായിട്ട് നോക്കുകയാണ്. ദാഹം കാരണം കുറേയൊക്കെ അവൾ കുടിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലൊന്നും അവളെ കൊണ്ട് കഴിയുന്നില്ല. അന്നേരമായിരിക്കും പുറത്ത് നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നത്. അവൾക്ക് അത് കാണുമ്പോഴാണ് സന്തോഷം വരുന്നത്. അവൾ അവിടെ കിടന്നൊരു പ്ലാസ്റ്റിക് കീസ് എടുത്തിട്ട് പുറത്തോട്ടിടും. അതിനകത്ത് വെള്ളം നിറയുന്നതനുസരിച്ച് അവൾ കുപ്പിയിൽ കോരി കുടിക്കുകയാണ്. അന്നേരമായിരിക്കും ആ ഒരു വണ്ടിയുടെ റേഡിയോയിൽ ഒരു കാര്യം കേൾക്കുന്നത്. അവള് വണ്ടിക്കകത്ത് ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയിൽ റേഡിയോ വർക്ക് ആവുന്നുണ്ട്. ആ ഒരു റേഡിയോ വഴി ഒരാൾ സംസാരിക്കുകയാണ്. അതായത് വലിയൊരു ഫ്ലഡ് വരാനായിട്ട് പോവാണ്, വെള്ളപ്പൊക്കം. അപ്പൊ അത് വരുമ്പോ എല്ലാരും ഒന്ന് സൂക്ഷിച്ചോളാനാണ് പറയുന്നത്. ഇതേ നേരം തന്നെ മുകളിൽ ഒരു കാറ് വന്നിട്ടുണ്ട്. മുകളിലത്തെ റോഡിൽ അന്ന പെട്ടെന്ന് തന്നെ നിലവിളിക്കാനായിട്ട് തുടങ്ങുകയാണ്, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേന്ന്. അന്നയ്ക്ക് മനസ്സിലായി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കില്ലറാണെന്ന്. അതുകൊണ്ട് തന്നെ കില്ലറിനെ പറ്റിക്കാനായിട്ട് പുറത്ത് അവൾ ഒരു എലീനെ എടുത്ത് എറിഞ്ഞില്ലായിരുന്നു. ആ എലിയുടെ ദേഹത്തുള്ള കുറച്ച് മാംസവും ബ്ലഡും കൂടെ എടുത്ത് അവളുടെ കാലിൽ തേക്കും. എന്നിട്ട് അവൾ ബോധം കെട്ട് കിടക്കുന്നത് പോലെ അവളുടെ കയ്യിൽ ഒരു കത്തി എടുത്ത് വെച്ച് അങ്ങനെ കിടക്കുകയാണ്. കില്ലർ ഈ നേരം കൊണ്ട് അവിടെ വന്ന് നോക്കുമ്പോൾ അവളുടെ കാല് ശ്രദ്ധിക്കുകയാണ്. അവളുടെ കാലിലാണെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കില്ലർ എന്താ വിചാരിക്കുക, അവള് കാല് മുറിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. എന്നാൽ അതല്ല സംഭവം, അത് എലിയുടെ രക്തമാണ്. കില്ലർ അവളുടെ കാല് എന്തുമാത്രം മുറിഞ്ഞെന്നറിയാനായിട്ട് പതിയെ തലയിട്ട് അകത്തോട്ട് വരും. എന്നാൽ അവളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നല്ലോ, ആ കത്തിക്ക് കില്ലറിന്റെ വയറ് നോക്കി ഒറ്റ കുത്താണ്. കില്ലർ വേദന കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോനായിട്ട് നിൽക്കുമ്പോൾ അവൻ അവൾക്ക് 2 കുത്തും കൊടുത്തിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു ചാവിയും തട്ടിപ്പറിക്കുന്നുണ്ട്. അവൻ വന്ന കാറിന്റെ ആ ഒരു കീ എടുത്തിട്ട് കാറിന്റെ അലാം ഓണാക്കാണ്. അങ്ങനെ ഓണാക്കുവാണെങ്കിൽ കാറ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ആ താക്കോൽ എടുത്തിട്ട് അവള് വലിച്ചു ദൂരോട്ട് എറിയും. ഈ കില്ലറിന് ആ താക്കോൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അലാറം അടിക്കുവാണെങ്കിൽ ആ വഴി പോകുന്ന വണ്ടികൾക്ക് മനസ്സിലാവും ഇവിടെ ആരോ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കില്ലർ എത്രയും പെട്ടെന്ന് തന്നെ മുകളിലോട്ട് ഓടുകയാണ്. കുറച്ച് വണ്ടികളൊക്കെ മഴ കാരണം ആ ഒരു റോഡ് വഴി വരുന്നുണ്ട്. എന്താ ഈ റോഡ് വഴി വണ്ടികൾ വരുന്നതെന്നല്ലേ, അതായത് മെയിൻ റോഡിൽ മഴ കാരണം വണ്ടികൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറിയ റോഡിൽ കൂടെ കയറി വന്നേക്കാണ്. എന്തായാലും കില്ലർ ആണെങ്കിൽ പെട്ടെന്ന് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ആ വണ്ടിയുടെ ബാറ്ററിയുടെ കണക്ഷൻ ഊരി വിടുകയാണ്. അങ്ങനെ ബാറ്ററിയുടെ കണക്ഷൻ ഊരി വിടുവാണെങ്കിൽ ശബ്ദം കേൾക്കില്ല. അതേപോലെ തന്നെ വണ്ടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നില്ല. അന്നേരമായിരിക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്താ പ്രശ്നം, വണ്ടി എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. സൈക്കോ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടിയുടെ അടുത്തോട്ട് പോകും. എന്നിട്ട് ഡോർ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയിക്കും. പോലീസുകാരനോട് കള്ളം പറയാണ്, ഈ വണ്ടിയുടെ ചാവിയാണെങ്കിൽ ഞാൻ വണ്ടിക്ക് അകത്ത് വെച്ച് മറന്നു, വണ്ടി ലോക്കായി പോയി, ഇപ്പൊ എന്താ ചെയ്യാന്ന്. പോലീസുകാരെ സഹായിക്കാന്ന് പറയും. വേറെ എന്തെങ്കിലും സ്പെയർ കീ ഉണ്ടെങ്കിൽ അവിടെ പോയി എടുത്തോണ്ട് വരാനായിട്ട് പോലീസുകാരൻ സഹായിക്കാന്ന് പറയും. സൈക്കോയും അതിന് സമ്മതിക്കുകയാണ്. അന്നേരമായിരിക്കും താഴെ അന്ന വണ്ടിയിൽ കിടന്ന് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ വണ്ടിയുടെ ഹോൺ അവൾ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് നേരമൊന്നും അത് പറ്റുന്നില്ല. അതിന്റെ ബാറ്ററി തീർന്നു പോവാണ്. പോലീസുകാരന് താഴെ എന്തുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ആ ശബ്ദം അയാൾ നല്ല രീതിയിൽ കേട്ടിട്ടില്ല. ഇടയ്ക്ക് എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ. അയാൾ വന്ന് എത്തി നോക്കുകയാണ് അവിടെ എന്താണെന്ന്. ഇതേ നേരം അന്നെ വിട്ടുകൊടുക്കത്തില്ല. ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് ആ വണ്ടിയുടെ പാർട്സിലെല്ലാം അടിക്കാനായിട്ട് തുടങ്ങും. വണ്ടി തകിടല്ലേ, ആ ഒരു ശബ്ദം പോലീസുകാരന് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. കില്ലറിനോട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കള്ളം പറയാണ്, ഇല്ല സാറേ, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുമെന്ന്. എന്തായാലും പോലീസുകാരൻ ഒന്നും കൂടെ ശ്രദ്ധിക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ സൈക്കോ അയാളെ കുത്താനായിട്ട് പിന്നിലൂടെ വരുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കോനെ കണ്ട് പേടിച്ചിട്ട് മറിഞ്ഞു വീഴാനായിട്ട് പോവാണ്. എന്നാൽ സൈക്കോ പെട്ടെന്ന് തന്നെ പോലീസുകാരനെ പിടിക്കാണ്. എന്നിട്ട് പോലീസുകാരനും അതുപോലെ തന്നെ സൈക്കോയും കൂടെ കാർ എടുത്തിട്ട് സ്പെയർ കീ എടുക്കാനായിട്ട് അവിടെ നിന്ന് പോകും. ഈ നേരം അന്നയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. കുറെ നേരം കഴിയുമ്പോൾ മഴ നല്ല രീതിയിൽ ഇരച്ചു കയറുകയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം വെള്ളം ഇവളുടെ വണ്ടിക്ക് ചുറ്റും ആവുന്നുണ്ട്. ഇവള് വെള്ളത്തിൽ മുങ്ങാനായിട്ട് തുടങ്ങും. ഇനി ഇവിടെ കിടന്ന അവള് മരണപ്പെട്ടു പോകും. മുങ്ങി മരണപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ആക്സോ ബ്ലേഡ് ഇല്ലേ, കില്ലർ കൊടുത്ത ആക്സോ ബ്ലേഡ്, ആ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇവളുടെ കാലിൽ ഒരു തുണി ചുറ്റിയിട്ട് കാല് മുറിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഒരുപാടധികം വേദനയായത് കൊണ്ട് തന്നെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അന്നേരമായിരിക്കും ഈ വെള്ളം എല്ലാം കൂടെ ഇരച്ചു കയറി വന്നിട്ട് ഈ വണ്ടീനെ തൂക്കി എടുത്തോണ്ട് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയിലോട്ടാണ് ഈ വണ്ടീനെ വെള്ളം എടുത്തോണ്ട് പോകുന്നത്. പക്ഷെ നദിയിൽ വീണ വണ്ടി വീണ്ടും അവിടെ നനങ്ങി പോകാനായിട്ട് തുടങ്ങും. അങ്ങനെ പോയി ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് വീഴാണ്. ഈ വീഴുന്ന ആഘാതത്തിൽ വണ്ടിയുടെ 2 ഡോറും തുറക്കുന്നുണ്ട്. ആ ഡോറ് തുറന്നതും അന്നയ്ക്ക് വണ്ടിയിൽ നിന്ന് കാലെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവള് രക്ഷപ്പെട്ടു. അവള് നദിയിലോട്ട് വന്ന് വീഴാണ്. പക്ഷെ നദിയിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ അവള് രക്ഷപ്പെട്ട് പുറത്തോട്ട് കയറാണ്. കരയിൽ വന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. അവളുടെ കാല് മുറിക്കാൻ നോക്കിയിട്ട് ചെറിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവ് അവളുടെ ഷർട്ട് കീറിയിട്ട് അവള് കെട്ടിവെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊരു വടിയെടുത്തിട്ട് അവള് നടന്ന് ദൂരോട്ട് പോവാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൾക്കൊരു വീട് കാണാം. എന്നാൽ അവൾക്ക് നന്നായിട്ട് അറിയാം ഇത് കില്ലറിന്റെ വീടാണെന്ന്. കാരണം ആ വീട്ടിൽ നിന്ന് അലർച്ച കേൾക്കുന്നുണ്ട്. ആരോ കരയുന്നത് പോലൊരു അലർച്ച. അന്നയ്ക്ക് ഇത് മനസ്സിലാവാനായിട്ടുള്ള കാരണം ഈ ഒരു കില്ലർ ഇവളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലേ. അപ്പൊ കില്ലറിന്റെ വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണുന്ന അവൾക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അലർച്ച കേട്ടപ്പോഴാണ് അവൾക്ക് ഉറപ്പായത്. അവൾ ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് വിചാരിക്കുമെങ്കിലും അതൊരു പെൺകുട്ടിയുടെ അലർച്ചയാണ്. അവളെ പോലെ ഏതോ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി. അന്നെ വീടില്ല. പതിയെ ആ വീടിന് നേരെ നടന്നെടുക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അടുത്തോട്ട് ചെന്നതും ഇവളുടെ കമ്പിൽ എന്തോ ഒരു ട്രാപ്പ് കയറി കുടുങ്ങുകയാണ്. ഈ ട്രാപ്പ്
ട്രാപ്പ് കാരണം അവൾ താഴെ വീണിട്ടുണ്ട്. എന്നാൽ അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അവളുടെ കമ്പിലാണ് ട്രാപ്പ് കുടുങ്ങിയത്. ഈ ഒരു കില്ലർ ആണെങ്കിൽ ഈ ഒരു വീടിന് ചുറ്റും കുറെ അധികം ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം മുമ്പോട്ട് പോവാൻ. ഇവൾ ആ വടി ചവിട്ടി ഓടിച്ചിട്ട് വീണ്ടും മുമ്പോട്ട് അങ്ങനെ പോവാണ്. അപ്പൊ അത് ഈ വീടിനുള്ളിലോട്ട് എത്തി നോക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കട്ടിലിൽ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഒരു പോലീസുകാരനെ വിളിച്ചുകൊണ്ട് പോയില്ലേ, ആ പോലീസുകാരനെ ആണെങ്കിൽ അവിടെ പിടിച്ച് കെട്ടി വെച്ചിട്ട് അങ്ങനെ ടോർച്ചർ ചെയ്യാണ്. ഒരു ആണി അടിക്കുന്ന മെഷീൻ എടുത്തു വെച്ചിട്ട് അങ്ങനെ ദേഹത്തെല്ലാം ആണി അടിച്ച് അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസുകാരനെ കൊന്നതിന് ശേഷം ഈ ഒരു കില്ലർ ആണെങ്കിൽ പോലീസുകാരന്റെ ഡ്രസ്സ് എടുത്തിരുന്നുണ്ട്. എന്നിട്ട് മുകളിലോട്ട് നടന്നു പോവാണ്. ഈ വീടിന്റെ തൊട്ട് മുകളിലുള്ള ഒരു നിലയില്. ആ നേരം അന്ന കില്ലർ കാണാതെ തന്നെ വീടിനുള്ളിൽ കയറുന്നുണ്ട്. വീടിനുള്ളിൽ കയറുമ്പോഴായിരിക്കും ഈ കില്ലർ ഒരു സൈക്കോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. വേറെ കുറച്ച് ബോഡികളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പോലീസുകാരനെ കൊന്നിട്ടേക്കുന്നു. അതുപോലെ തന്നെ പോലീസുകാരന്റെ തോക്ക് ഒരു ടേബിളിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ആ ഒരു തോക്ക് എടുത്തിട്ട് അവൾ ആ ഒരു പെൺകുട്ടി കിടക്കുന്ന റൂമിൽ ചെല്ലും. അവിടെ ചെന്ന് ആ പെൺകുട്ടീനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ പെൺകുട്ടിയോട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണെന്ന്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ്. അന്നേരമായിരിക്കും കില്ലർ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അന്നെ പെട്ടെന്ന് തന്നെ ഡോറിന്റെ പിന്നിലായിട്ട് പോയി ഒളിച്ചിരിക്കുകയാണ്. അന്നേരം ആ കില്ലർ അകത്തോട്ട് കയറി വരും. ഈ കെട്ടിയിട്ടേക്കുന്ന പെൺകുട്ടീനെ വീണ്ടും ഉപദ്രവിക്കാനായിട്ട് പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴായിരിക്കും അന്നെ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് കില്ലറിനെ കാണിക്കുന്നത്. അപ്പോഴായിരിക്കും കില്ലർ അന്നേനെ കാണുന്നത്. എന്നാൽ കില്ലർ വിടത്തില്ല. അന്നയുടെ കയ്യിൽ തോക്കുണ്ടെങ്കിലും അന്നയുടെ കയ്യിലുള്ള തോക്കൊക്കെ തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഇടയിൽ തോക്ക് പൊട്ടുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അന്നെ വിളിച്ചു പറയും ആ പെൺകുട്ടിയോട് പുറത്തോട്ടിറങ്ങി ഓടി രക്ഷപ്പെട്ടോളാൻ. അതുപോലെ തന്നെ ആ പെൺകുട്ടി പുറത്തോട്ടിറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ അന്നേനെ പിടിച്ച് വെച്ചേക്കുവാണല്ലോ ആ നാറി. അന്ന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ കൈ കടിച്ച് മുറിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് നോക്കും. എന്നാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോറ് പൂട്ടി വെച്ചേക്കുന്നു. അവള് വന്ന വഴിയല്ല, ഇത് പിൻവശമാണ്. പക്ഷെ അവള് വിടത്തില്ല, മുകളിലോട്ട് കയറി ഓടുകയാണ്. മുകളിലോട്ട് വന്നിട്ട് അവിടെ തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലോട്ടുള്ള ഡോറ് തുറന്നു വെച്ചിട്ട് അവൾ ആ റൂമിൽ തന്നെ ഒളിച്ചിരിക്കും. ഈ കില്ലർ വന്ന് നോക്കുമ്പോൾ അന്ന ബാൽക്കണിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടെന്നാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം. കില്ലർ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് അന്നനെ വിളിക്കും, എനിക്കറിയാം നീ താഴെ തന്നെ ഉണ്ടെന്ന്, നിന്നെ ഞാൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അന്ന പിന്നിലൂടെ വന്ന് കില്ലറിനെ താഴോട്ട് തള്ളിയിടുകയാണ്. കില്ലർ താഴെ ചെന്ന് ഉരുണ്ട് വീണിട്ട് അവിടെ തന്നെ കുറച്ച് ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ അവന്റെ കാല് കുരുങ്ങുന്നുണ്ട്. അവൻ ഇനി എന്തായാലും എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമില്ല. അവന്റെ രക്തമൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഇതിനുശേഷം അന്ന പുറത്തോട്ടിറങ്ങി വരും. അന്നെ കാത്തുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കില്ലറിന്റെ അടുത്ത് ചെല്ലുകയാണ്. അന്ന എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളുടെ കാല് മുറിച്ച് രക്ഷപ്പെടാനായിട്ട് അവൻ ആക്സോ ബ്ലേഡ് ഇട്ട് കൊടുത്തില്ലേ? അന്നയ്ക്ക് അറിയാം ഈ ഒരു പ്രദേശത്തോട്ട് ആരും അവനെ രക്ഷിക്കാനായിട്ട് വരത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ ഇരിക്കുന്ന കത്തിയെടുത്ത് ഈ നാറിക്ക് എറിഞ്ഞു കൊടുക്കും. നീ വേണമെങ്കിൽ നിന്റെ കാല് മുറിച്ച് രക്ഷപ്പെട്ടോടാന്ന് പറഞ്ഞിട്ട് അന്നയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും കൂടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പതിയെ നടന്ന് മാറിപ്പോവാണ്. ഈ ഏരിയയിൽ മൊത്തം ട്രാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ സൂക്ഷിച്ചിട്ടാണ് നടന്നു പോകുന്നത്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.